വീഴ്ചയാണ്. നാം ഇതുവരെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള മനുഷ്യരെയാണ് റോമർ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും പഠിച്ചത്. അതായത് റിലീജിയസ് പേഴ്സൺ ആൻഡ് നോൺ റിലീജിയസ് പേഴ്സൺസ്. അപ്പൊ ഇവര് രണ്ടുപേരും ദൈവം മുൻപാകെ അവർ പാപം ചെയ്താണ്, പാപികളായിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടിയിലാണ് അവർ വീണ് പോയത്. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് വീണുപോയി. ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്ന്, നീതിയിൽ നിന്ന് അവർ വീണുപോയി. ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് വീണുപോയി. മരണത്തിന്റെ കുഴിയിലാണ് അവർ വീണത്. അപ്പോൾ ഒരു ഫാലൻ ഹ്യൂമൻ ബീങ് കണ്ടീഷനാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് വീണുപോയ മനുഷ്യനെ യേശു ക്രിസ്തുവിൽ കൂടി എങ്ങനെയാണ് ദൈവം വീണ്ടെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതായത് അവരുടെ പാപങ്ങൾ യേശുവിന്റെ രക്തത്തിൽ കൂടി ലഭിച്ച രക്ഷയെ, അതായത് നമ്മൾ ഇതുവരെ ചെയ്ത സകല പാപങ്ങളെയും അനുതാപ ഹൃദയത്തോടെ, തകർന്ന മനസ്സോടെ, മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ യേശു ക്രിസ്തുവിന്റെ മുൻപാകെ അതെല്ലാം ഏറ്റു പറയുമ്പോൾ ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ഏത് രീതിയിലാണ് ശുദ്ധീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചവരെ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിന്റെ നീതി കൊണ്ട് നമ്മെ ഏത് രീതിയിലാണ് മൂടുന്നത്, ക്രിസ്തുവിന്റെ നീതിയെ ഒരു വസ്ത്രം പോലെ നമ്മെ ഏത് രീതിയിലാണ് പിതാവായ ദൈവം ധരിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ നീതി നമുക്ക് ലഭിച്ചതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ദൈവസന്നിധിയിൽ ഏത് രീതിയിലാണ് നീതിമാന്മാരായി നിൽക്കുന്നത് എന്നുള്ള വിഷയങ്ങളെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പാപിയായ മനുഷ്യനെ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി വീണ്ടെടുത്ത് തൻ്റെ സന്നിധിയിൽ നീതിമാന്മാരാക്കിയ പിതാവായ ദൈവത്തിന്റെ കൃപയെ നമുക്ക് ഇതുവരെ കാണുവാൻ സാധിച്ചു. എന്നാൽ ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലമിനെ സുവിശേഷത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരമുണ്ടോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ യേശു ക്രിസ്തു തുടച്ചു കളയാനും ആ പാപങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കാനും, നമ്മൾ പാപം ചെയ്തതുകൊണ്ട് ആ കഴിഞ്ഞ കാല കുറ്റബോധം, നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. ആ ഗിൽറ്റി ഫീലിംഗിൽ നിന്ന് നമ്മളെ വിടുവിക്കാനും അതിനെ മാറ്റിക്കളയാനും മാത്രമാണ് ഈ സുവിശേഷത്തിന് സാധിക്കുന്നത്, ഇല്ലെങ്കിൽ ശക്തിയുള്ളത്. അതല്ലാതെ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ, അതായത് പാപത്തിന്റെ ശക്തിയുണ്ട്. ആ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കാൻ, രക്ഷിക്കാൻ സുവിശേഷത്തിന് ശക്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാവരുടെ നോർമലി മെജോറിറ്റി ക്രിസ്ത്യൻസിന്റെ സ്ട്രഗിൾ തന്നെ നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങളുടെ രക്ഷ നമ്മൾ നേടിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ പാപത്തിന്റെ ശക്തിയുടെ മധ്യത്തിലാണ് ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് അനേകർക്ക് അറിയില്ല. അങ്ങനെ ഒരു രക്ഷ ഉണ്ടെന്ന് പോലും അവര് മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ക്രിസ്ത്യാനികൾ പാപത്തിന്റെ ശക്തിയുടെ അധീനതയിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്തെങ്കിലും സുവിശേഷത്തിന് ഉത്തരമുണ്ടോ എന്ന് നമ്മൾ ഇതിൽ കൂടി മനസ്സിലാക്കണം.
കാരണം നമ്മുടെ പാപ സ്വഭാവ നിമിത്തം നമ്മൾ ഓരോ ദിവസവും പാപത്തിൽ തുടരുന്നതിന്റെ പ്രശ്നം ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. ആ പ്രശ്നം പരിഹരി പരിഹരിക്കുന്നില്ലെങ്കിൽ, സോ ഈ സുവിശേഷം എങ്ങനെയുള്ള സുവിശേഷമാണ്? കാരണം ഈ സുവിശേഷം നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങൾക്ക് ക്ഷമ മാത്രമാണ് ഇത് നൽകുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഉണ്ടല്ലോ. സോ ആ പ്രോബ്ലമിനും ഈ സുവിശേഷത്തിൽ പരിഹാരമുണ്ടോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നമ്മൾ ഒരു കാര്യം അറിയണം. എന്താണ് എന്ന് ചോദിച്ചാൽ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫർഗിവ്നെസ് ആൻഡ് സാൽവേഷൻ. സോ എന്താണ് രക്ഷയും ക്ഷമയും തമ്മിലുള്ള വ്യത്യാസം? സോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വാട്ട് ഈസ് ഫർഗിവ്നെസ് ആൻഡ് വാട്ട് ഈസ് സാൽവേഷൻ? സോ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ നമ്മെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്? ഇപ്പൊ പാപങ്ങളുടെ ക്ഷമ, പാപങ്ങളിൽ നിന്നുള്ള രക്ഷ. അപ്പൊ ഇത് രണ്ടാണ്. ഉദാഹരണമായിട്ട്, സോ നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട്. സോ കൊച്ചുകുട്ടി റോഡിന്റെ അരികിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ കുട്ടി അടുത്ത് വലിയൊരു കുളിയുണ്ട്. ആ കുളിയുടെ അരികിലാണ് ഈ കൊച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുഴി ഇച്ചിരി ആഴം കൂടിയ കുഴിയാണ്. ഒരു 10-12 അടി കുഴിയാണ് അത്. സോ ഈ കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ ആ കുഞ്ഞിനോട് പറയുന്നു, നീ അവിടെ കളിക്കേണ്ട, അവിടെ കുഴിയുണ്ട്, വീണാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ. എന്നാൽ ആ കുട്ടി അപ്പൻ പറയുന്നതൊന്നും ശരിക്കും ശ്രദ്ധിക്കാതെ, കേൾക്കാതെ അതിനരികിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഴിയിൽ വീണുപോയി. ആ കുഴിയിൽ വീണുപോയ ആ കുഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു, അച്ഛാ അച്ഛാ വരണേ, എന്നെ സഹായിക്കണേ, ഞാൻ കുഴിയിൽ വീണിപ്പോയെന്ന് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഈ നിലവിളി കേട്ട അച്ഛൻ കുഴിയുടെ അടുത്തേക്ക് പോയി ഈ കുഞ്ഞിനെ കാണുന്നു. ആ കുഴിയിൽ കിടക്കുന്ന മകനോട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നടന്ന സംഭവം എല്ലാം കുഞ്ഞ് അച്ഛനോട് പറയുന്നു. ആ കുഞ്ഞ് അച്ഛനോട് ക്ഷമ ചോദിക്കുന്നു. സോ അച്ഛൻ പറഞ്ഞത് അനുസരിക്കാതെ തെറ്റ് ചെയ്ത് എന്നോട് ക്ഷമിക്കണമേ എന്ന് ക്ഷമ ചോദിക്കുന്നു. അതിന് അപ്പൻ പറയുന്നു, നീ അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലമായിട്ടാണ് നീ കുഴിയിൽ വീണത് എന്ന് അപ്പൻ പറയുന്നു. അപ്പോൾ മകന് സോറി ചോദിക്കുമ്പോൾ, പപ്പ സോറി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ അപ്പൻ എന്തോ ചെയ്യും? അപ്പൻ അവിടെ നിന്ന് പറയുന്നു, മകനെ, തീർച്ചയായും നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ അപ്പൻ വീട്ടിലേക്ക് തിരിച്ചു വരുമോ? വേറെ എന്തോ ചെയ്യാൻ പറ്റും? സോ അത് ആക്ച്വലി ഫർഗീവ്നെസ് ആണ്. ചെയ്ത തെറ്റിനെ അപ്പൻ മകൻ ക്ഷമ ചോദിച്ചപ്പോൾ അപ്പൻ മകനെ ക്ഷമിച്ചു. എന്നാൽ ക്ഷമിച്ചത് മാത്രമല്ല,
അപ്പൻ, അച്ഛൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ആ വീണ ആ കുഴിയിൽ നിന്ന് തന്നെ ആ മകനെ രക്ഷിക്കും. അതാണ് രക്ഷ, ഇല്ലെങ്കിൽ സാൽവേഷൻ എന്ന് പറയുന്നത്. സോ യേശു ക്രിസ്തു അങ്ങനെയാണ് ഈ ലോകത്തിൽ വന്നപ്പോൾ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ചത് മാത്രമല്ല, നമ്മൾ വീണ് കടക്കുന്ന പാപത്തിന്റെ കുഴിയുണ്ടല്ലോ, ആ കുഴിയിൽ നിന്ന് തന്നെ നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ യേശു ക്രിസ്തു വന്നത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികളായ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പാപങ്ങളുടെ ക്ഷമയാണോ, അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്നുള്ള രക്ഷയാണോ? സോ നമുക്ക് കിട്ടിയേക്കുന്നത് ഏതാ? സോ ആ കുഞ്ഞ് എങ്ങനെ കുഴിയിൽ വീണു, അതുപോലെ തന്നെ നമ്മളും പാപത്തിന്റെ കുഴിയിൽ വീണവരാണ്. എന്നാൽ നമ്മൾ യേശുക്രിസ്തുവിനോട് ചോദിച്ചത്, നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങൾക്കുള്ള ക്ഷമ മാത്രമാണോ, ഇല്ലെങ്കിൽ രക്ഷയാണോ? ഇല്ലെങ്കിൽ യേശുക്രിസ്തു നമ്മെ ക്ഷമിക്കാൻ വേണ്ടിയാണ് കുഴിയുടെ അടുക്കൽ വന്നത്, നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് കുഴിയുടെ അടുക്കൽ വന്നത്. യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് എങ്ങനെയുള്ള രക്ഷയാണ് ലഭിച്ചേക്കുന്നത്? സോ ഫസ്റ്റ് സ്റ്റെപ്പ് സാൽവേഷൻ ആണോ, സെക്കൻഡ് സ്റ്റെപ്പ് സാൽവേഷൻ ആണോ? ആക്ച്വലി മത്തായി എഴുതിയ സുവിശേഷം, ഒരു മിനിറ്റ് ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഈ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം വായിച്ചാൽ അവിടെ വളരെ ക്ലിയർ ആയിട്ട് യേശു ക്രിസ്തു പറയുന്നത് എന്താണ്? അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആണ്, യേശു ക്രിസ്തു പാവങ്ങളെ ക്ഷമിക്കാൻ വേണ്ടി വന്ന ദൈവമല്ല, പാവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വന്ന ദൈവമാണ്. സോ ഇന്ന് അനേക ക്രിസ്ത്യാനികൾ അവർ സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷനിലാണ് ജീവിക്കുന്നത്. കാരണം അവർ ഇതുവരെ ചെയ്ത പാപങ്ങൾക്ക് ക്ഷമ ലഭിച്ചത് കൊണ്ട് അവർ വിചാരിക്കുന്ന, ഓക്കെ, വി ആർ ഗോഡ്സ് ചിൽഡ്രൻ, വി ആർ സേവ്ഡ് പീപ്പിൾ, വി ആർ ബോൺ അഗെയിൻ പീപ്പിൾ എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു വന്നത് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. സോ നമുക്ക് പാപങ്ങളിൽ നിന്നുള്ള രക്ഷ ലഭിച്ചിട്ടില്ല, എന്നാൽ നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങൾ ഉണ്ടല്ലോ, അതിന് ക്ഷമ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് 1 സ്റ്റെപ്പാണ്. സോ അത് രക്ഷയുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ അനുഭവിച്ചിരിക്കുന്നത്. സോ രക്ഷയുടെ ഒരു നാണ്യത്തിന്റെ 2 മുഖങ്ങളാണ്. അപ്പൊ നമ്മള് പാർഷ്യലി വി ആർ സേവ്ഡ്, നമുക്ക് വേറെ ഒരു രക്ഷയും ഉണ്ട്, അത് നമ്മൾ സ്വന്തമാക്കണം. അതാണ് റോമർ 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 5 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പാപിയായ മനുഷ്യനെ, പാപത്തെക്കുറിച്ച്, പാപം ചെയ്ത് വീണുപോയ മനുഷ്യനെ ദൈവം ക്രിസ്തുവിൽ കൂടി അനുഗ്രഹിച്ച വിമോചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 6-ാം അധ്യായം മുതൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നാം എങ്ങനെ രക്ഷ നേടാൻ പറ്റും എന്നുള്ള സത്യം അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സോ 6-ാം അധ്യായത്തിന്റെ 1-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ നാം എന്ത് പറയേണ്ടത്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും ആറുത് എന്നാണ് പറയുന്നത്. വാട്ട് ഷാൽ വി സേ? ഷുഡ് വി കണ്ടിന്യൂ ഇൻ സിൻ ആൻഡ് പ്രാക്ടീസ് സിൻ ആസ് എ ഹാബിറ്റ് so that grace may increase and overflow?
സോ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ചോദ്യമാണ്. സോ അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്ത് ചിലർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കൃപ എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഗ്രേസ് ഈസ് സോ വണ്ടർഫുൾ. സോ കൃപ അത്ഭുതകരമായതുകൊണ്ട്, കൃപ ദൈവത്തിന്റെ ശക്തി ആയതുകൊണ്ട്, അത് നമ്മുടെ ഭൂതകാലത്തെ, അതായത് ഇതുവരെ ചെയ്ത സകല പാപങ്ങളെ അത് ക്ഷമിക്കുകയും മോചിച്ച് കളയുകയും ചെയ്യുന്നത് കൊണ്ട്, നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും എത്ര വലിയതാണെങ്കിലും ദൈവം നമ്മോട് ക്ഷമിക്കാൻ തയ്യാറായതുകൊണ്ട്, നമ്മൾ ഇനി പാപം ചെയ്താലും പാപം ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല എന്നാണ് ചിലരൊക്കെ പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരുന്നത്. കാര്യം മനസ്സിലായോ? സോ അതായത് ദൈവത്തിന്റെ കൃപ അത്ഭുതകരമായി എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ രക്ഷിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ ഇതുവരെ ചെയ്ത സകല പാപങ്ങളെ മോചിച്ചു തന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഇപ്പൊ ദൈവം കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് നമ്മൾ ഇനി പാപം ചെയ്താലും ഒരു പ്രശ്നമില്ല, പാപം ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, കാരണം കൃപയുണ്ടല്ലോ. സോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസ സമൂഹത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത്, ഷുഡ് വി കണ്ടിന്യൂ ഇൻ സിൻ ആൻഡ് പ്രാക്ടീസ് സിൻ ആസ് എ ഹാബിറ്റ്. നാം പാപം ചെയ്തുകൊണ്ടിരിക്കണോ? പാപം നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി തുടരണോ? അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഒരു നാളും ആറത്, certainly not. സോ രക്ഷിക്കപ്പെട്ടവർ, പാപത്തിന്റെ വിമോചനം നേടിയവർ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. If Christians continue in sin, then they have wrong understanding of grace. അതായത് ക്രിസ്ത്യാനികൾ കണ്ടിന്യൂസ് ആയിട്ട് പാപത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, പാപത്തിൽ തുടരുകയാണെങ്കിൽ, അവർ ദൈവത്തിന്റെ കൃപയെ അഡ്വാൻറ്റേജ് ആയി എടുത്തിട്ടുണ്ട്. കൃപയെ അവർ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. കൃപയെക്കുറിച്ച് തെറ്റായ ധാരണയാണ് അവർക്കുള്ളത്. സോ അതുകൊണ്ടാണ് അവർ പാപം ചെയ്യാൻ യാതൊരു പ്രയാസവും ഇല്ലാതെ, മടിയും ഇല്ലാതെ, വളരെ ലളിതമായിട്ട് കൂലായിട്ട് അവർ പാപത്തിൽ സന്തോഷിച്ചുകൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം they have taken the advantage of God's grace ആണ്. സോ ദൈവത്തിന്റെ നന്മയെയും ദൈവത്തിന്റെ സ്നേഹത്തെയും മുതലെടുക്കുന്ന ഒരു സ്വഭാവമാണ്. We are taking advantage of God's goodness and God's love. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ നന്മയെ, ദൈവത്തിന്റെ സ്നേഹത്തെ ദയവായി മുതലെടുക്കരുത്, അങ്ങനെ ഒരു നാളും ആറത്, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So don't take advantage of God's goodness, God's love and His grace. സോ കാരണം ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ നന്മയെ, സോ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ മുതൽ എടുക്കുന്നത് നമുക്കത് ദോഷം ഉണ്ടാക്കും എന്നാണ് ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി എങ്ങനെയാണ് പാപത്തിൽ ജീവിക്കുന്നത്? കാരണം ക്രിസ്ത്യാനികൾ പാപസംബന്ധമായി മരിച്ചവരാണ്. പാപസംബന്ധമായി മരിച്ചവരായ ക്രിസ്ത്യാനികൾ ഇനി എങ്ങനെയാണ് പാപത്തിൽ ജീവിക്കുന്നത്? So do you know what happened in the cross of Calvary? So കാൽവരി ക്രൂശിൽ
എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ ഈ 2-ാം വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആരാണ് ഈ ക്രിസ്ത്യാനികൾ? ക്രിസ്ത്യാനികൾ ആരാണെന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനികൾ പാപസംബന്ധമായി മരിച്ചവരാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി ആ പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് 2-ാം വചനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം. So when Christ died on the cross, we died with him. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നാം അവനോടൊപ്പം മരിച്ചു. ഇപ്പൊ ക്രിസ്ത്യാനികൾ ആരാണ്? യേശു ക്രിസ്തുവിന്റെ കൂടെ മരിച്ചവരാണ് ക്രിസ്ത്യാനികൾ. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവനോട് കൂടെ മരിച്ചവരാണ് ക്രിസ്ത്യാനികൾ. സോ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് അവർ സിൻസ് ഡൈഡ്, ബട്ട് വി ഡൈഡ് വിത്ത് ഹിം. പാപം മരിച്ചിട്ടില്ല, പാപം ഇപ്പോഴും ഉണ്ട്. എന്നാൽ പാപികളായ നമ്മൾ അവനോടൊപ്പം മരിച്ചു എന്നാണ് വചനം പറയുന്നത്. സോ എന്താണ് അതിന്റെ അർത്ഥം? So it is not only our sins Jesus took upon himself on the cross. So he took the guilt of our sins so that we couldn't have to pay any penalty. He took us also into himself എന്നാണ് പറയുന്നത്. അതായത് യേശു ക്രിസ്തു ക്രൂശിൽ സ്വയമായി നമ്മെ ഏറ്റെടുത്തുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ തൂങ്ങി മരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മെ ഏറ്റെടുത്തത് മാത്രമല്ല, സോ നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുത്തു. സോ അവൻ നമ്മെയാണ് വഹിച്ചത്, നമ്മെയാണ് അവൻ ഏറ്റെടുത്തത്, നമ്മുടെ കുറ്റബോധം അവൻ ഏറ്റെടുത്തു. സോ നമ്മുടെ സകല പാപങ്ങളും, പാപം ചെയ്ത മനുഷ്യനെ അവൻ ഏറ്റെടുത്തത് കൊണ്ട്, സോ കംപ്ലീറ്റ് പനിഷ്മെന്റ് അവന്റെ മുകളിൽ വന്നതുകൊണ്ട് നമ്മൾ പേ ചെയ്യേണ്ടിയ പെനാൽറ്റിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. സോ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തു മരിച്ചപ്പോൾ യേശു ക്രിസ്തു മാത്രമല്ല മരിച്ചത്. സോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും യേശു ക്രിസ്തു മരിച്ചപ്പോൾ യേശുവിനോടൊപ്പം ഞാനും മരിച്ചു. സോ അതാണ് ഇതിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു രഹസ്യമാണ്. സോ ഇതൊരു മിസ്റ്ററിയാണ്. സോ ഈ രഹസ്യം വിശദീകരിക്കാൻ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ, സോ കംപ്ലീറ്റ് ആയിട്ട് വിശദീകരിക്കാൻ എനിക്കും ബുദ്ധിമുട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. സോ എന്നാൽ ബൈബിളിൽ പല രഹസ്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, പല മർമ്മങ്ങളുണ്ട്, മിസ്റ്ററീസ് ഉണ്ട്. എന്നാൽ അതെല്ലാം വിശദീകരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെയുള്ള രഹസ്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. സോ വിശ്വാസം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുമ്പോൾ, വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ യേശു ക്രിസ്തു മരിച്ചപ്പോൾ യേശു ക്രിസ്തുവിൽ ഞാനും മരിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ വിശദീകരിക്കണം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പൂർണ്ണമായി വിശദീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്നാൽ വിശ്വസിക്കുന്നവർ
അതിന്റെ പ്രയോജനം തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ദൈവം ഈ കാര്യം നമ്മളോട് വെളിപ്പെടുത്തണം, ഈ രഹസ്യം മനസ്സിലാക്കി തരണം. അപ്പോഴാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദാഹരണത്തിന് നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായി അറിഞ്ഞതിന് ശേഷമേ, മനസ്സിലാക്കിയതിന് ശേഷമേ വിശ്വസിക്കാൻ പറ്റൂ. സോ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും, ക്ലിയർ ആയിട്ട് അറിയുന്നില്ലെങ്കിലും നമ്മൾ പലതും വിശ്വസിക്കുന്നുണ്ടല്ലോ. ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ ഫങ്ഷനും നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടോ, വ്യക്തമായി അറിയുന്നുണ്ടോ? സോ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇതുവരെ ഒരു മനുഷ്യനും ദൈവം നൽകിയിരിക്കുന്ന ഈ ശരീരത്തെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഈവൻ വൈദ്യലോകത്തിന് ഈ ശരീരത്തിൽ നടക്കുന്ന പല മിസ്റ്ററീസും ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. സോ പല ഡിസോർഡറിന്റെ കാരണങ്ങൾ എന്താണെന്ന് വൈദ്യലോകം പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും, സോ നന്നായിട്ട് അറിയാൻ പറ്റുന്നില്ലെങ്കിലും, ഈ ശരീരം പെർഫെക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സോ ഉദാഹരണത്തിന് ഈ ഡൈജഷൻ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, അത് ദഹിക്കുന്നുണ്ട്. സോ അത് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ആകുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ദഹന വ്യവസ്ഥ ഉണ്ടല്ലോ, ഡൈജഷൻ സിസ്റ്റം, ആ സിസ്റ്റം നന്നായിട്ട് നമ്മൾ പഠിച്ചവരാണ്. പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത്. നമ്മളെല്ലാം നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഈ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലല്ലോ. എന്നാൽ നമ്മൾ നന്നായിട്ട് അറിയാതെ, ഗ്രഹിക്കാതെ ജസ്റ്റ് നമ്മൾ വിശ്വസിക്കുന്നു, ഞാൻ ഫുഡ് കഴിച്ചാൽ അത് വയറ്റിൽ പോയി ദഹിച്ച് എനിക്ക് എനർജി നൽകുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ക്രിസ്തുവിൽ മരിച്ചു, നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ചു. എപ്പോഴാണ് മരിച്ചത്? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ. യേശു ക്രിസ്തു മാത്രമല്ല, അവനോട് കൂടെ ഞാനും നിങ്ങളും മരിച്ചു. എന്നാൽ ഇത് വിശ്വസിക്കുന്നുവോ? അവിടെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാം ലെവലിലുള്ള ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് സാൽവേഷൻ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഈ സത്യം നമ്മുടെ സ്വന്തമാകണം. ദ ട്രൂത്ത് ഷുഡ് ബിക്കം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ലൈഫ്. അതാണ് ഇവിടെ നമുക്ക് വേണ്ടിയത്. സോ ക്രിസ്ത്യാനി ആരാണ്? യേശു ക്രിസ്തു മരിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ കൂടെ മരിച്ച ഒരു വ്യക്തിയാണ്. സോ നമുക്കത് വിശദീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതല്ല, എന്നാൽ അത് ജീവിതത്തിൽ പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങൾ പാപത്തിന് മരിച്ചു എന്നാണ്. സോ വി ആർ ഡെഡ് ടു സിൻ എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ക്രൂശിൽ പാപത്തിന് മരിച്ചു. പിന്നെ എങ്ങനെ നിങ്ങൾ ഇനി പാപത്തിനു വേണ്ടി ജീവിക്കാൻ കഴിയും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്. സോ വി ആർ ഡെഡ് ടു സിൻ. ഹൗ ക്യാൻ വി ലീവ് എനി മോർ ടു സിൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം, ആർ വി ഡെഡ് ടു സിൻ? ആർ വി ഡെഡ് ടു സിൻ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവനെ അടക്കം ചെയ്യും.
സോ അടക്കം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഈ ലോകത്തിൽ ആ മരിച്ച വ്യക്തിക്ക് യാതൊരു കണക്ഷനുമില്ല. ആ മരിച്ച വ്യക്തി ഇനി ഈ ലോകത്തിൽ ജീവിക്കാനും പറ്റത്തില്ല. ആ വ്യക്തി വേറെ ഒരു ലോകത്തിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി. സോ അങ്ങനെ മരിച്ച ഒരു വ്യക്തി വീണ്ടും എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയും? മരിച്ച വ്യക്തിക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും പറ്റത്തില്ല. സോ അതുപോലെ തന്നെയാണ്. സോ നമ്മൾ പാപത്തിന് വേണ്ടി മരിച്ചവരാണ്. പാപത്തിന് വേണ്ടി മരിച്ച വ്യക്തി വീണ്ടും എങ്ങനെ പാപത്തിൽ ജീവിക്കാൻ കഴിയും? സോ പാപത്തോടുള്ള നമ്മുടെ മരണം അതുപോലെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തോടുള്ള നമ്മുടെ മരണം പോലെ തന്നെയാണ് സോ പാപത്തോടുള്ള മരണം സത്യം യഥാർത്ഥമായത്. നമ്മൾ മരിച്ചാൽ ഇനി ലോകം വിട്ടുപോകും, ഒരു ബന്ധവും ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. സോ അതുകൊണ്ട് ഞാനും നിങ്ങളും വീണ്ടും വീണ്ടും ഈ പാപം ചെയ്തുകൊണ്ട് പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെ നമുക്ക് യാതൊരു ഇതും ഇല്ലാതെ, ഒരു ഹോപ്പും ഇല്ലാതെ നമ്മൾ ഓരോ ദിവസവും ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് വി ഹാവ് ടേക്കൻ ദി അഡ്വാൻറ്റേജ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. രണ്ടാമതായിട്ട് സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്താണ് സത്യം എന്ന് ചോദിച്ചാൽ, വി ആർ ഡെഡ് ടു സിൻ ഇൻ ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. സോ ഇതാണ് സത്യം. അപ്പൊ ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ then we don't have any freedom. കാരണം യേശു ക്രിസ്തു പറയുന്ന സത്യം അറിയുവിൻ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ്. റോമർ 6 അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ടാണ് ഈ സത്യം പറയുന്നത്. എന്നാൽ ആ സത്യം നമ്മൾ അറിയുന്നില്ലെങ്കിൽ then we don't have the second stage of salvation. We can't experience the second level of salvation. സോ 3-ാം വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? 3-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സോ അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. സോ എന്താണ്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കളാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നാം സ്നാനം ഏറ്റവരാണ്. അപ്പൊ സ്നാനം ഏറ്റ ഓരോ വ്യക്തിയും അവന്റെ മരണത്തിൽ, യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ വേണ്ടിയാണ് ഞാൻ ബാപ്റ്റിസം എടുത്തത്. സോ മരണത്തിൽ പങ്കാളിയാകാൻ ബാപ്റ്റിസം എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം. എന്നാൽ ഇവിടെ ബാപ്റ്റിസം എന്ന് വരുമ്പോൾ രണ്ട് രീതിയിലുള്ള മീനിങ്സ് ഉണ്ട്. സോ രണ്ട് രീതിയിലുള്ള മീനിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ലിറ്ററലി മീനിങ് ആണ്. സോ എക്സാക്ട് മീനിങ് ആണ്. സോ രണ്ടാമതായിട്ട് വൈഡർ സെൻസിൽ കൂടി, ബ്രോഡ് വേയിൽ കൂടി അതിനെ മനസ്സിലാക്കുന്ന, വിശാലമായ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ ഒന്നാമതായിട്ട് ബാപ്റ്റിസം എന്താണ് എന്ന് ചോദിച്ചാൽ, സോ അതിൻ്റെ ലിറ്ററൽ മീനിങ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ലിറ്ററൽ മീനിങ് ഗ്രീക്ക് വേർഡാണ് ബാപ്റ്റൈസോ എന്നുള്ള ഒരു വേർഡ് വരുന്നത്. ബാപ്റ്റൈസോ മീൻസ് ടു ഡിപ്പ്, പ്ലഞ്ച്
ഇമ്മേഴ്സ് ഓർ സബ്മേർജ് എന്നാണ്. അതിന്റെ വേർബ് ആണ് ബാപ്റ്റോ. ബാപ്റ്റോയുടെ മീനിങ് ആണ് ടു ഡിപ്പ് ഓർ ടു റിൻസ്, ഡൈ എന്നാണ് പറയുന്നത്. സോ ഗ്രീക്ക് ഭാഷയിലെ ബാപ്റ്റിസത്തിന് വേറെ ഒരു വേർഡ് ഉണ്ട്, അത് ബാപ്റ്റിസ്മ. ബാപ്റ്റിസ്മ എന്ന് പറയുമ്പോൾ ദ ആക്ട് ഓർ റൈറ്റ് ഓഫ് വാഷിംഗ് ഓർ ഡിപ്പിംഗ് എന്നാണ് പറയുന്നത്. സോ ഈ ബാപ്റ്റിസത്തിന് അറാമിക് ഇല്ലെങ്കിൽ സിറിയക് ഭാഷയിൽ എന്താണെന്ന് ചോദിച്ചാൽ, സോ അത് ആംഡ, വിച്ച് മീൻസ് ടു ഇമ്മേഴ്സ്, വാഷ്, പ്ലഞ്ച്, ഡിപ്പ്, സിങ്ക്. സോ ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അത് നൽകുന്നത്. സോ അത് മാത്രമല്ല, അത് പോയിന്റിംഗ് ടുവേർഡ്സ് സ്പിരിച്വൽ റീബർത്ത്, ബീങ് വാഷ്ഡ് ബൈ ദി ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു വൈഡർ സെൻസ് ലിറ്ററലി മാത്രമല്ല, സോ വേറെ സെൻസിൽ കൂടി വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ അവിടെയാണ് ഇത് പറയുന്നത്. സോ റിച്വൽ വാഷിംഗ്, റിൻസിങ്, ബീങ് ഓവർവെൽംഡ് എന്നുള്ള അർത്ഥത്തിലും, സ്പ്രിങ്ക്ലിംഗ്, പോറിങ്, ഡിപ്പിംഗ് എന്നുള്ള അർത്ഥത്തിലും സോ ഇത് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള പ്രാക്ടീസസും ഇന്ന് ലോകത്തിലുണ്ട്. സോ പലരും പല രീതിയിലുള്ള അർത്ഥത്തിലാണ് ഇത് എടുക്കുന്നത്. എന്നാൽ ഇവിടെ ഞാൻ എടുക്കുന്നത് സോ ലിറ്ററൽ സെൻസിലാണ്. സോ എക്സാക്ട് മീനിങ് ആണ് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് ബാപ്റ്റിസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോടുള്ള മരണത്തെ, യേശു ക്രിസ്തുവിനെ ചേരുവാൻ വേണ്ടി അവന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാകുന്ന ഒരു അനുഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സോ അവന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികൾ എങ്ങനെയാണ് ആകുന്നത് എന്ന് ചോദിച്ചാൽ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ബാപ്റ്റിസം ഈസ് എ സിംബൽ ഓഫ് അവർ ഡെത്ത് ആണ്. സോ ബാപ്റ്റിസം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് അവർ ഡെത്ത് വെൻ വി ഗോ അണ്ടർ വാട്ടർ ആണ്. വെള്ളത്തിന്റെ അടിയിൽ പോകുമ്പോൾ അത് നമ്മുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് ബാപ്റ്റിസം ഈസ് എ സിംബൽ ഓഫ് റെസറക്ഷൻ ആണ്. സോ ഈ ബാപ്റ്റിസം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പാണ്. സോ വെൻ വി കം ഔട്ട് ഓഫ് വാട്ടർ, ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ബീങ് റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ദ ഡെഡ് എന്നാണ്. അപ്പോൾ ഇത് രണ്ട് അനുഭവങ്ങളാണ്. ബാപ്റ്റിസം എന്ന് പറയുമ്പോൾ ഒന്ന് യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാകുന്നു. രണ്ടാമതായിട്ട് ബാപ്റ്റിസം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ പങ്കാളികളാകുന്നു. അപ്പം യേശു ക്രിസ്തു മരിച്ചു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു വേറെയാണ്, മരിച്ച യേശു ക്രിസ്തു വേറെയാണ്. അപ്പൊ ദൈവത്തിന്റെ ശക്തിയാലാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ദൈവത്തിന്റെ ശക്തിയിലാണ് യേശു ക്രിസ്തു ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എ ഡിഫറെന്റ് ലൈഫാണ്. സോ അതാണ് ബലഹീനതയിൽ മരിച്ചു, സോ ദൈവത്തിന്റെ ബലത്തിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സോ നമ്മൾ പാപത്തിന് വേണ്ടി മരിച്ചു, ക്രിസ്തുവിന്റെ ശക്തിയാൽ പുതിയ സൃഷ്ടികളായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. സോ വെൻ വി കം ഔട്ട് ഓഫ് ദി വാട്ടർ, ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ബീങ് റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ദ ഡെഡ് എന്നാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മരിച്ചാൽ മാത്രമേ ഉള്ളൂ ഉയർത്തെഴുന്നേൽപ്പ്. മരിച്ചില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പില്ല. ഉയർത്തെഴുന്നേൽപ്പിൽ ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ഒരു ശക്തി എന്നിൽ വരണമെങ്കിൽ, എന്നിൽ വസിക്കണമെങ്കിൽ, then I should have the experience of death. സോ ഇന്ന് അനേക ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നത്
ഈ പാപത്തിന്റെ ശക്തിയെ ജയിക്കാനുള്ള ശക്തിയാണ്. എന്നാൽ പാപത്തെ ജയിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് ഒരു മരണമുണ്ട്. ആ മരണത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ടോ? അവർ ആലോചിക്കുന്നില്ല. അപ്പൊ മരിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പോ? മരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തിയിൽ കൂടി ജീവിക്കാൻ സാധിക്കുന്നത്? മരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് പുതിയ സൃഷ്ടി? സോ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപത്തിന്റെ ശക്തിയുടെ മുൻപിൽ തോൽക്കുന്നു, എപ്പോഴും തോറ്റുപോകുന്നു, എപ്പോഴും പാപം ജയിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നില്ല എന്നാണ്. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എന്നിൽ എന്തുകൊണ്ട് വസിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല, പുതിയ സൃഷ്ടിയായി മാറിയിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ പുതിയ സൃഷ്ടിയായി മാറിയില്ലെങ്കിൽ? ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ മരിക്കണം, എന്നാൽ ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല. സോ നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരാണ്, പാപത്തിന് വേണ്ടി മരിച്ചവരാണ്. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായവരാണ്. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായില്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജയത്തിൽ, യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് പങ്കാളികളാകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളിയാകാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് പാപത്തെ ജയിക്കുന്നത്? സോ അവിടെയാണ് പ്രശ്നം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ 4-ാം വചനത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നു, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുളിച്ചിടപ്പെട്ടു. കുളിച്ചു, അടക്കം ചെയ്തു, കല്ലറയിലിട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ, പിതാവിന്റെ ശക്തിയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്നാണ് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ടാണ് ഇവിടെ വചനം പറയുന്നത്. സോ therefore we have been buried with him through baptism into death, so that just as Christ was raised from the dead through the glory and power of the Father, we too might walk habitually in newness of life എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ഗ്ലോറി, പവർ ഓഫ് ദി ഫാദർ എന്നാണ്, ഗ്ലോറി ആൻഡ് പവർ ഓഫ് ദി ഫാദർ എന്നാണ് പറയുന്നത്. സോ നാം ക്രൂശിൽ ക്രിസ്തുവിനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ, അവനോടൊപ്പം കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കുളിച്ചിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല, അവൻ മരണത്തിൽ നിന്ന് പിതാവിന്റെ ശക്തിയിൽ കൂടി ഉയർത്തെഴുന്നേറ്റതുപോലെ, ശവക്കല്ലറയിൽ നിന്ന് പുറത്തു വന്നതുപോലെ, നാമും യേശു ക്രിസ്തുവിനോടൊപ്പം ആ മരണത്തിൽ നിന്ന് പിതാവിന്റെ ശക്തിയിൽ കൂടി ഉയർത്തെഴുന്നേറ്റ് പുതിയ സൃഷ്ടികളായി കല്ലറയിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ട് നമുക്ക് ഈ പാപത്തിന്റെ ശക്തിയുടെ മുൻപിൽ ഓവർകമേഴ്സ് ആയിട്ട്, ജയശാലികളായിട്ട് ജീവിക്കാൻ പറ്റും. അതാണ് 4-ാം വചനം പഠിപ്പിക്കുന്നത്. എന്താണ് 4-ാം വചനം പഠിപ്പിക്കുന്നത്?
നാലാം വചനം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുളിച്ചിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്നാണ് പറയുന്നത്. അപ്പൊ മരണത്തിൽ പങ്കാളികളായി തീർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽപ്പിലും അവർ പങ്കാളികളാണെന്നാണ് പറയുന്നത്. സോ എന്നാൽ എത്ര ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളികളായിട്ടുണ്ടോ? See, this is the secret of overcoming sin. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നില്ലെങ്കിൽ, ജീവിക്കുന്നില്ലെങ്കിൽ, then we cannot overcome the power of sin. So ഇവിടെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, എന്നെ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളിയാക്കിയത് നീയാണ്. അതിന്റെ സകല അനുഗ്രഹങ്ങളും, അതിന്റെ സകല നന്മകളും, അതിന്റെ സകല ബെനിഫിറ്റ്സും ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അത് അനുഭവിക്കുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് എപ്പോഴും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും എന്നെ അടിമയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പാപത്തിന്റെ ശക്തിയുടെ മധ്യത്തിൽ ഞാൻ ഒരു ഓവർകമറായിട്ട് ജീവിക്കുവാൻ നീ എന്നെ സഹായിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ 5-ാം വചനത്തിലേക്ക് വരുമ്പോൾ, 5-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, 5-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. സി, ഇവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഒരു ഇഫ് ഉണ്ട്. ഇഫ് എപ്പോഴും ഒരു കണ്ടീഷനാണ്. എന്താണ് പറഞ്ഞത്? ഫോർ ഇഫ് വി ഹാവ് ബിക്കം വൺ വിത്ത് ഹിം in the likeness of his death, then we will also certainly be in the likeness of his resurrection എന്നാണ് പറയുന്നത്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചാൽ then യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. സോ നമ്മൾ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചില്ലെങ്കിൽ then യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും നമുക്ക് ഏകീഭവിക്കുവാൻ സാധിക്കയില്ല. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് പാപത്തെ ജയിക്കുന്നത്, പാപത്തിന്റെ ശക്തിയെ തോൽപ്പിക്കുന്നത്? He cannot. He will be always a slave to sin. Always എപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ് അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. നാം ക്രിസ്തുവിനോട് ജീവിക്കാനാണ് നമ്മുടെ ആഗ്രഹം. നാം ക്രിസ്തുവിനോട് ജീവിക്കുന്നതിന് മുമ്പ് അവനോട് മരിക്കണം. മരണം ഫസ്റ്റ്, ജീവിക്കുന്നത് സെക്കൻഡ് ആണ്. സോ അതുകൊണ്ട് ക്രിസ്തുവിനോട് ജീവിക്കുന്നതിന് മുൻപ് ക്രിസ്തുവിനോട് മരിക്കണോ വേണ്ടായോ എന്ന് ഞാൻ തീരുമാനിക്കണം. അപ്പൊ ക്രിസ്തുവിനോട് മരിക്കാതെ ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും?
മരണമില്ലാതെ ജീവിതമില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ന് ക്രിസ്തുവിൽ മരിക്കാത്തവരെല്ലാം ക്രിസ്തുവിൽ ജീവിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്, അങ്ങനെ പറഞ്ഞു നടക്കുന്നു. എന്നാൽ അത് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വ്യക്തി ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ഫസ്റ്റ് he has to die. ക്രിസ്തുവിൽ അദ്ദേഹം മരിച്ചിരിക്കണം. സോ അദ്ദേഹം മരിക്കാതെ എങ്ങനെയാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത്? അപ്പൊ ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്ന് പറയുന്നു, ആൻഡ് ഈസ് ലൈഫ് ഈസ് എ ഡിഫീറ്റഡ് ലൈഫാണ്, പരാജയത്തിന്റെ ലൈഫാണ്. അപ്പൊ ക്രിസ്തുവിൽ പരാജയത്തിന്റെ ലൈഫാണോ ജീവിക്കുന്നത്? സോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എല്ലാ കറപ്ഷനും കാണിക്കുന്നു, എല്ലാ പാപത്തിന്റെ സ്വഭാവങ്ങളും ഉണ്ട്, പറയുന്നു ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു. അവ ഇങ്ങനെയുള്ള ഡിഫീറ്റഡ് ലൈഫ് നൽകാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. ഇങ്ങനെയുള്ള രക്ഷയുടെ അനുഭവം നൽകാൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവം ഈ ലോകത്തിൽ വന്നത്. ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും അപ്പുറമായിട്ടുള്ള, വാല്യുബിൾ ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, വില കൂടിയ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഞാൻ സ്വന്തമാക്കുന്നത്? അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാനും ആ ഉയർത്തെഴുന്നേറ്റ ശക്തിയോടെ അവനിൽ ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഞാൻ ചെയ്യേണ്ടത് യേശുവിനോടൊപ്പം മരിക്കാൻ ഞാൻ തയ്യാറാകണം. നമ്മളെല്ലാം ബാപ്റ്റിസം ഏറ്റവരാണ്. എന്നാൽ ബാപ്റ്റിസത്തിന്റെ ആ യാഥാർത്ഥ്യം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. സോ പേരിന് വേണ്ടി നമ്മൾ ബാപ്റ്റിസം എടുത്തു. എന്നാൽ ബാപ്റ്റിസം എന്താണ് ശരിക്കും പറയുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ, അവനോട് കൂടെ മരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാപ്റ്റിസം എടുക്കുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മരിച്ചവരാണ്, മരിക്കാൻ തയ്യാറായവരാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ. വേറെ രീതിയിൽ പറഞ്ഞാൽ, ദൈവം നമുക്ക് പാപമോചനം വാഗ്ദാനം ചെയ്തു. ആ പാപമോചനം ഇല്ലെങ്കിൽ പാപങ്ങളുടെ ക്ഷമ. സോ എങ്ങനെയാണ് നമ്മൾ അത് സ്വീകരിച്ചത്? നമുക്കെല്ലാവർക്കും നമ്മൾ ഇതുവരെ ചെയ്ത സകല പാപങ്ങളുടെ ക്ഷമ, മോചനം നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? സോ അത് എങ്ങനെയാണ് ലഭിച്ചത്, എങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചത്, അത് നമുക്ക് എങ്ങനെയാണ് അനുഭവിക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് നമുക്കത് ആവശ്യമുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് അത് നമ്മുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു വിമോചനം എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി, അതിനെ ഞാൻ ആഗ്രഹിച്ചു. സോ അതിനെ ഞാൻ തിരഞ്ഞെടുത്തു. സോ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചെയ്ത സകല പാപങ്ങളുടെയും മോചനം ഞാൻ സ്വന്തമാക്കിയത്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത സകല പാപങ്ങളുടെ ക്ഷമ എനിക്ക് ലഭിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് അത് എന്റെ ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. രണ്ടാമതായിട്ട് എനിക്ക് അതിനോട് ആഗ്രഹമുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് അങ്ങനെ ഉള്ള ഒരു അനുഗ്രഹം എന്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി, അതിനെ തിരഞ്ഞെടുത്തു. സോ അങ്ങനെയാണ് അത് സ്വന്തമായത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജ് സാൽവേഷൻ ഞാൻ അനുഭവിച്ചത്. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ സാൽവേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. സോ അതുപോലെയാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റേജ് സാൽവേഷൻ, അതായത് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു രക്ഷ ഞാൻ അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യണം?
സോ വീണ്ടും സെയിം പ്രിൻസിപ്പൽ, അതായത് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം മരിക്കേണ്ടിയ ആവശ്യം ഉണ്ടെന്ന് നമ്മൾ അറിയണം. യേശു ക്രിസ്തുവിനോടൊപ്പം മരിക്കാൻ ഞാൻ ആഗ്രഹിക്കണം. യേശു ക്രിസ്തുവിനോട് മരിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കണം. മരിക്കേണ്ടിയ ആ ജീവിതത്തെ ഞാൻ തിരഞ്ഞെടുക്കണം. കാരണം ആൾറെഡി നമ്മൾ യേശു ക്രിസ്തു ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചല്ലോ. അപ്പോഴേ നമ്മൾ മരിച്ചു. എന്നാൽ ഇപ്പോൾ എന്താ ചെയ്യണം? ഞാൻ അത് സ്വന്തമാക്കണം. അത് എന്റേതാക്കണം. ആ അനുഗ്രഹത്തിൽ ഞാൻ ജീവിക്കണം. ആ അനുഭവത്തിൽ ഓരോ ദിവസവും ഞാൻ യാത്ര ചെയ്യണം. അതാണ് ആൾറെഡി ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ടാസ്ക് ആണ്. എന്നാൽ അതിന്റെ ശക്തി ഞാനിപ്പോൾ അനുഭവിക്കുന്നില്ല. അത് എനിക്ക് സ്വന്തമായില്ല ഇതുവരെ. അത് ഞാൻ സ്വന്തമാക്കണം. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ നിങ്ങൾ ഈ കാര്യം തിരഞ്ഞെടുക്കുന്നത് വരെ, നിങ്ങൾ ഇത് സ്വീകരിക്കുന്നത് വരെ, അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് വരെ ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുകയില്ല, സ്വന്തമാകുകയില്ല. So until you choose it, until you accept it, until you believe it, it is not going to be real in your life. അപ്പൊ ഇത് ഒരു റിയാലിറ്റി ആയിട്ട് മാറണമെങ്കിൽ ഈ കാര്യങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. So I have to choose it, I have to accept it, I have to believe it, I have to desire it, I have to seek it. എന്നാൽ ആ ഒരു പ്രൊവിഷൻ ക്രിസ്തുവിൽ നമുക്കുണ്ട്. ഇത് പാപമോചനം പോലെയാണ്. യേശു ക്രിസ്തു ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കു വേണ്ടി, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി, പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ മരിച്ചു, അല്ലേ? യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണല്ലോ മരിച്ചത്. പക്ഷേ ഇപ്പോഴും ധാരാളം ആളുകൾ ലോകത്തിൽ ഈ പാപങ്ങളുടെ ക്ഷമ, ഇല്ലെങ്കിൽ പാപങ്ങളുടെ മോചനം, പാപങ്ങളിൽ നിന്നുള്ള രക്ഷ, ഇതൊന്നും സ്വീകരിക്കാതെ, അനുഭവിക്കാതെ, സ്വന്തമാക്കാതെ, അറിയാതെ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം എന്താണ്? യേശു ക്രിസ്തു അവർക്ക് വേണ്ടി മരിക്കാത്തത് കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ട് അവർ സ്വന്തമാക്കുന്നില്ല? എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇത് ഒരു റിയാലിറ്റി ആയിട്ട് മാറിയില്ല എന്ന് ചോദിച്ചാൽ, അത് അവര് വിശ്വസിക്കാത്തത് കൊണ്ട്. അതിൽ അവർ വിശ്വസിച്ചില്ല, അത് അവർ ആഗ്രഹിച്ചില്ല, അതിനെ അവർ തിരഞ്ഞെടുത്തില്ല. സോ ആർക്കാണ് നഷ്ടം? സോ അതിന്റെ അർത്ഥം യേശു ക്രിസ്തു അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചില്ല എന്നാണോ അതിന്റെ അർത്ഥം? അതാണോ ഞാനും നിങ്ങളും വിചാരിക്കുന്നത്? അല്ല. അത് ആ വ്യക്തികളുടെ പ്യുവർ ചോയ്സ് ആണ്, അവരുടെ ഇൻട്രസ്റ്റ് ആണ്, അവരുടെ വിശ്വാസമാണ്. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ചോയ്സ്, അവരുടെ വിശ്വാസം, അവരെന്തോ ചെയ്ത് യേശു ക്രിസ്തു അവർക്ക് വേണ്ടി നേടിയ ആ രക്ഷയുടെ ആ റിയാലിറ്റി അവർ സ്വന്തമാക്കാനോ, അനുഭവിക്കാനോ, അതിൽ ജീവിക്കാനോ അവർക്ക് സാധിച്ചില്ല. അത് അവരുടെ ഫാൾട്ടാണ്. എന്നാൽ യേശു ക്രിസ്തു അവർക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ട്. സെയിം ആണ്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം യേശു ക്രിസ്തു ഓൾറെഡി കംപ്ലീറ്റഡ് ഓൺ ദ ക്രോസ്. ബട്ട് ഇറ്റ് ഈസ് മൈ ഫോൾട്ട്. ഞാനത് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ദാറ്റ് ഈസ് മൈ ഫോൾട്ട്. എന്നാൽ ആ പ്രൊവിഷൻ ദൈവരാജ്യത്തിൽ ഉണ്ട്. ദൈവം നമുക്ക് വേണ്ടി അത് ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രോമിസസ് എല്ലാം
സോ ഒരു ചെക്ക് പോലെ എന്നാണ് ഒരു ഭക്തൻ പറയുന്നത്. സോ എന്താണ് ചെക്ക്? ക്യാഷ് ചെക്ക് അറിയാമല്ലോ. സോ ആരെങ്കിലും നമുക്ക് ഒരു ചെക്ക് തരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ആരെങ്കിലും ഒരു ചെക്ക് തരുമ്പോൾ ആ ചെക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ സൂക്ഷിച്ചു വെക്കും. അല്ലെങ്കിൽ കൊണ്ടുപോയി ബൈബിൾ ഉണ്ടല്ലോ, ബൈബിളിന്റെ ഉള്ളിൽ വെക്കണം. അല്ലെങ്കിൽ ആ ചെക്കിന് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിമിന്റെ ഉള്ളിൽ ചെക്ക് വെച്ചിട്ട് അത് ഈ ഭിത്തിയിൽ തൂക്കി വെക്കണം. സോ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് കൊണ്ടോ ബൈബിളിന്റെ ഉള്ളിൽ വെക്കുന്നത് കൊണ്ടോ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അത് വീട്ടിൽ ഭിത്തിയിൽ തൂക്കി ഇടുന്നത് കൊണ്ട് നമുക്ക് പണം കിട്ടുമോ? സോ അതുകൊണ്ട് ആ ചെക്ക് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരിക്കലും പ്രയോജനമില്ല. പണം കിട്ടത്തില്ല. സോ നമ്മൾ എന്തോ ചെയ്യണം? അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. സോ ദൈവത്തിന്റെ വാഗ്ദാനം നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് അത് ബൈബിളിൽ വെക്കുന്നത് കൊണ്ടോ ആ വാഗ്ദാനങ്ങളെ നല്ല കളർഫുൾ ആയിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഭിത്തിയിൽ തൂക്കി വെക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ വാഗ്ദാനം ചെയ്ത ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ കൂടി ആ വാഗ്ദാനം എൻ്റെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ആയിട്ട് മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ആ സ്വിച്ച് ഓൺ ചെയ്യും. സോ ആ ഒരു ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ ഈ സെക്കൻഡ് സ്റ്റേജ് സാൽവേഷൻ നമുക്ക് ഒരിക്കലും അനുഭവിക്കുവാൻ സാധിക്കയില്ല എന്നുള്ളതാണ്. സോ ഈ വചനങ്ങളിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. സോ ദൈവം നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നാൽ നമ്മൾ ഈ പാപത്തിന്റെ ശക്തിയുടെ മുൻപിൽ പരാജയപ്പെട്ടവരായി ഗിൽറ്റി ഫീലിംഗോടെ ഒരു ഡിഫീറ്റഡ് ക്രിസ്ത്യൻ ലൈഫ് ഓരോ ദിവസവും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിഫീറ്റഡ് ക്രിസ്ത്യൻ ലൈഫ് ജീവിതം കണ്ടിട്ട് സാത്താൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു വേദന ഉണ്ട്. സോ കാരണം ഞാൻ ഇവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടും അതിന്റെ പ്രയോജനം എൻ്റെ ജനത്തിന് ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ദൈവത്തിന് നല്ല ഒരു സങ്കടമുണ്ട്. സോ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ പ്രയോജനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വാഗ്ദാനം ചെയ്ത ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. സോ വിശ്വസിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് സോ നമുക്ക് ക്യാഷ് ലഭിക്കുന്നത്. ആ ക്യാഷ് കൊണ്ട് നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ ആവശ്യങ്ങളെ നമുക്ക് നിറവേറ്റാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. സോ അതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തിൽ നാം അവനോട് കൂടെ ഏകീഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംഭവിക്കും. കാരണം ദൈവത്തിന്റെ വചനം 100% റിലയബിൾ ആണ്, 100% സത്യമാണ്. സോ അതിൽ യാതൊരു കള്ളത്തനവും ഇമാജിനേഷനും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. അവന്റെ മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിലും നാം അവനോട് കൂടെ ഐക്യപ്പെട്ടിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒരു വചനം കാണിക്കട്ടെ, അതായത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-7 വചനം. അതൊന്ന് നിങ്ങൾ വായിക്കാവോ? ഒന്ന് പെരുക്കെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-7 വചനം. അവിടെ പറയുന്നു, യേശു ക്രിസ്തുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ
വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് എന്തു ചെയ്തു? യേശു ക്രിസ്തുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇത് പാസ്റ്റ് ടെൻസ് ആണോ അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചർ ടെൻസ് ആണോ? ഒന്ന് പറയാമോ? He raised us up together with him and seated us with him in the heavenly places in Christ Jesus, so that in the ages to come he might show the immeasurable and unsurpassed riches of his grace in kindness towards us in Christ Jesus എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആൾറെഡി സംഭവിച്ചു. സി, അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പിച്ചവരെ സ്വർഗത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ യേശു ക്രിസ്തുവിൽ മരണത്തിൽ പങ്കാളി ആയിരിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലും അവൻ പങ്കാളിയായിത്തീരുന്നു. ആൾറെഡി അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞു. Now he is sitting with Christ in heaven. അപ്പൊ ഇത് റിയാലിറ്റിയാണ്. ഇത് നമ്മെ കുറിച്ചാണ്, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെ കുറിച്ചാണ് ഇത് പറയുന്നത്. എന്നാൽ ഈ റിയാലിറ്റിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ, ഈ റിയാലിറ്റിയെ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഇങ്ങനെ ഒരു ജീവിതവും ഉണ്ടോ, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ക്രിസ്തുവിൽ മരിച്ചില്ലെങ്കിൽ എനിക്ക് സ്വർഗരാജ്യം ഉണ്ടോ? ഞാൻ ക്രിസ്തുവിൽ മരിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു നിത്യജീവൻ ഉണ്ടോ? ഞാൻ ക്രിസ്തുവിൽ മരിച്ചില്ലെങ്കിൽ എനിക്ക് പാപത്തിന്റെ ശക്തിയിന്മേൽ ജയമുണ്ടോ? Can I overcome sin? The power of sin? See, ഇത് ഫണ്ടമെന്റൽ ആണ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. സോ എന്നാൽ നെക്സ്റ്റ് വചനത്തിലേക്ക് വരുമ്പോൾ, ആറാം വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു എന്നാണ് പറയുന്നത്. We know that our whole self was nailed to the cross with him, in order that our body of sin might be done away with, so that we would no longer be slaves to sin. അപ്പൊ എന്താണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്? നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം, so നമ്മൾ no longer be slave to sin. സോ അടിമപ്പെടാത്തവണ്ണം എന്താണ് സംഭവിച്ചത്? പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ പഴയ മനുഷ്യൻ ഇപ്പോഴും ഉണ്ടോ? ഈ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? The old nature, the old self, നമ്മുടെ പഴയ മനുഷ്യൻ. സോ അവിടെയാണ് പ്രശ്നം. ഇന്ന് അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ഈ പഴയ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. ഈ പഴയ മനുഷ്യനെ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ഈ പഴയ മനുഷ്യനെ വെച്ചോണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തി പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? അതൊരിക്കലും പറ്റത്തില്ല.
ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് പഴയ ഒരു മൈൻഡാണ്. പഴയ മൈൻഡിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. സോ നമ്മുടെ മൈൻഡ്, മനസ്സ് ഇപ്പോഴും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനസ്സാണ്. സോ ഈ മൈൻഡ് എങ്ങനെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ, സോ ഇറ്റ് പ്ലീസസ് മൈ സെൽഫ് ആണ്. എന്നെ തന്നെ പ്രസാദിപ്പിക്കാൻ, എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൈൻഡാണ്, ഒരു മനസ്സാണ്. സ്വാർത്ഥം നിറഞ്ഞ, സോ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൈൻഡാണ് എനിക്കുള്ളത്. അതാണ് ഓൾഡ് മാൻ എന്ന് പറയുന്നത്. The old man refers to old mind, the mind which always wanted to sin, the mind which wanted to please myself, the mind which wanted to live for myself. അതാണ് പഴയ മനുഷ്യൻ. ക്രിസ്തുവിന് വേണ്ടിയല്ല. നിങ്ങൾ തിന്നാലും കുടിച്ചാൽ എന്ത് ചെയ്താലും ക്രിസ്തുവിന് വേണ്ടി ചെയ്യണം എന്നാണ് പറയുന്നത് വചനം. എന്നാൽ പഴയ മനുഷ്യനെ ക്രൂശിക്കപ്പെടാതെ അവൻ എങ്ങനെയാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത്? പഴയ മനുഷ്യൻ തനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ക്രിസ്തുവിന് വേണ്ടിയല്ല. തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്, തന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്, തന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, തന്റെ സ്വാർത്ഥത്തിന് വേണ്ടിയാണ് പഴയ മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ ക്രിസ്തുവിൽ? ഈ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടാതെ നമ്മൾ ക്രിസ്തുവിൽ എങ്ങനെ പുതിയ സൃഷ്ടികളായിട്ട്, രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളായിട്ട്, പുതിയ സൃഷ്ടികളായിട്ട്, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത്? അതൊരിക്കലും പറ്റത്തില്ല. സോ ഇപ്പോഴുള്ള പുതിയ ഈ മൈൻഡ് ഉണ്ടല്ലോ, മനസ്സുണ്ടല്ലോ, പഴയ മനുഷ്യനുണ്ടല്ലോ, ക്രിസ്തുവിനോടൊപ്പം മരിച്ചിരിക്കണം. അത് ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെടണം. സോ അപ്പോഴേ നമുക്ക് ഈ പാപത്തിന്റെ ശക്തിയുടെ മധ്യത്തിലും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ പറ്റുന്നത്. ഈ പഴയ മനുഷ്യൻ, ഇല്ലെങ്കിൽ ഈ പഴയ മനുഷ്യന്റെ മൈൻഡ് എപ്പോഴും പാപം ചെയ്യാൻ വേണ്ടി ഈ ശരീരത്തെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എപ്പോഴും ഈ ഒരു ശക്തി എന്റെ ശരീരത്തിൽ ഉണ്ട്. ഈ ശക്തി എന്നെ അടിമയാക്കുന്നുണ്ട്. ആ ശക്തിയുടെ മുമ്പിൽ ഞാൻ എപ്പോഴും അടിമയാണ്. സോ എന്നാൽ നമ്മൾ അത് ക്രൂശിക്കപ്പെടുമ്പോഴാണ് ആ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിച്ചവരായിട്ട്, പുതിയ സൃഷ്ടികളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ ശരീരത്തിലെ വികാരങ്ങൾ എന്നെ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന, സോ ഇനി അത് എന്നെ ഭരിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഭരണം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, സോ ഐ ഹാവ് ടു ബി ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, സോ എനിക്ക് അതിന്റെ അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യം വരത്തില്ല. സോ ഞാൻ അടിമ ആകാതെ ജീവിക്കണമെങ്കിൽ, സോ ദർ ഈസ് ഓൺലി വൺ വേ. അപ്പൊ ഇതല്ലാതെ വേറെ ഷോർട്ട് കട്ട് ഇല്ല കേട്ടോ. ഇപ്പൊ യേശു ക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവം കാണിച്ചിരിക്കുന്നത് ഈ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. ഈ ഒരു വഴിയിലല്ലാതെ വേറെ ഏതെങ്കിലും വഴിയിൽ കൂടി ഞാൻ ഈ പാപത്തിന്റെ ശക്തിയെ ഓവർകം ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വ്യാജ്യമാണ്. സോ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. സോ അത് ഫാൾസ് ക്രിസ്ത്യാനിറ്റിയാണ്, റോങ് ടീച്ചിങ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഫസ്റ്റ് ഇതിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്, പാപത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റിയാണ്. അത് ഈ ലോകത്തിൽ ഉണ്ട്. യേശു ക്രിസ്തു വീണ്ടും വരുന്നത് വരെ
നമുക്കതിനെ കാണാൻ സാധിക്കും. എന്നാൽ പാപത്തിന്റെ ശക്തിയുടെ മധ്യത്തിൽ നമ്മൾ വിജയികളായിട്ട്, ജയിക്കുന്നവരായിട്ട്, ഓവർകമേഴ്സ് ആയിട്ട് നമ്മൾ ഈ ലോകത്തിൽ മുൻപോട്ട് പോകണമെങ്കിൽ ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ യേശു ക്രിസ്തുവിൽ നമ്മൾ മരിച്ചിരിക്കണം. യേശു ക്രിസ്തുവിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റവരായിരിക്കണം. യേശുവിന്റെ മരണത്തിൽ നമ്മൾ ഏകീഭവിക്കണം. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ ഏകീഭവിക്കണം. യേശു ക്രിസ്തു പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. ഞാൻ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. ദൈവത്തിന്റെ ശക്തിയിൽ കൂടിയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ദൈവത്തിന്റെ ശക്തിയിൽ കൂടിയാണ് ഞാൻ പുതിയ സൃഷ്ടിയായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ആ ദൈവത്തിന്റെ പുതിയ ശക്തി എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ ആത്മാവിലും വരണമെങ്കിൽ ഫസ്റ്റ് ഐ ഹാവ് ടു എക്സ്പീരിയൻസ് യേശു ക്രിസ്തുവിനോടുള്ള ആ മരണത്തിന്റെ അനുഭവം. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെങ്കിൽ ദെൻ നമുക്കിനി 100 വർഷമായാലും ഇങ്ങനെയുള്ള ഒരു സബ്സ്റ്റാൻഡേർഡ് ഡിഫീറ്റഡ് ക്രിസ്ത്യൻ ലൈഫെ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടോ?